ഹലോ വെൽക്കം ഓൾ ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നാഷണലിസം ഇൻ യൂറോപ്പ് അല്ലേ. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് നോക്കാൻ പോകുന്നത് നാഷണലിസം ഇൻ ഇന്ത്യ. നാഷണലിസം ഇൻ യൂറോപ്പിൽ എങ്ങനെയായിരുന്നു? ദറ്റ് എൻഡഡ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് നേഷൻ സ്റ്റേറ്റ്സ്. പുതിയ നേഷൻ സ്റ്റേറ്റ്സ് ഉണ്ടായി. അതേപോലെ അവർക്ക് പുതിയ സിമ്പിൾസ് ഉണ്ടായി, പുതിയ ഐക്കൺസ് ഉണ്ടായി, പുതിയ സോങ്. ഇതിലാണ് അവർക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടായി. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത് ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ്. ഇന്ത്യയിൽ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ ആൻറ്റി-കൊളോണിയൽ മൂവ്മെൻറ്റ്. പീപ്പിൾ അണ്ടർസ്റ്റുഡ് ദെയർ യൂണിറ്റി ഓൺലി ത്രൂ ദിസ് സ്ട്രഗിൾ വിത്ത് ദിസ് കൊളോണിയലിസം. കൊളോണിയലിസ്റ്റായിട്ട് ഉള്ള സ്ട്രഗിളിലാണ് നമ്മുടെ ഇന്ത്യയിൽ പീപ്പിൾ ഒരു യൂണിറ്റി എന്നുള്ളത് എന്താണെന്ന് മനസ്സിലാക്കിയത്. അതായത് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഡിഫറെൻറ്റ് ടൈപ്സിലാണ് ഇതിനെക്കുറിച്ച്, ഈ യൂണിറ്റിനെ കുറിച്ച് മനസ്സിലാക്കിയത്. കോൺഗ്രസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മഹാത്മാഗാന്ധിജി ഈ ഒരു ന്യൂ മൂവ്മെൻറ്റ് തുടങ്ങി ഇന്ത്യയിൽ. ഗ്രൂപ്പ്സും ക്ലാസ്സസും അവർക്കൊക്കെ വേറെ വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ നാഷണലിസത്തിനെ കുറിച്ച്. അപ്പോൾ ഗാന്ധിജി വിത്ത് കോൺഗ്രസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഗാന്ധിജി ഈ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിനെ ഒന്നിച്ചാക്കി ഈ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റിനെ കൊണ്ടുപോയി. വാട്ട് ആർ ദ ന്യൂ മോഡ്സ് ഓഫ് സ്ട്രഗിൾ, ന്യൂ സോഷ്യൽ ഗ്രൂപ്പ്സ് ആഫ്റ്റർ 1990? അപ്പോൾ ഈ നാഷണൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ എന്താണ്ടായി? ഇന്ത്യയിൽ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ കൂടി. അപ്പോൾ വാർ ലോൺസ് ഒക്കെ മേടിക്കേണ്ടി വന്നു. അപ്പോൾ എന്തുണ്ടായി? കസ്റ്റം ഡ്യൂട്ടീസ് വാസ് റേസ്ഡ്, ഇൻകം ടാക്സ് വാസ് ഇൻട്രൊഡ്യൂസ്. അതേപോലെ ഫോഴ്സ് റിക്രൂട്ട്മെൻറ്റ് ഇൻ റൂറൽ ഏരിയസിൽ അവർ ആർമീസിലേക്ക് അവരെ ഫോഴ്സ് ചെയ്ത് എടുക്കാൻ തുടങ്ങി ആളുകളെ. 1918 മുതൽ 1919 വരെ എന്താണ് ക്രോപ്പ് ഫെയിലിയേഴ്സ് ഉണ്ടായി. അപ്പോൾ അവിടെ എപ്പിഡമിക്സ്, രോഗങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ ഫുഡ് ഷോർട്ടേജ് വന്നു തുടങ്ങി. 2021 12 to 13 million പീപ്പിൾസ് വെർ ഡൈഡ് ബിക്കോസ് ഓഫ് ദിസ് ഫെമിൻ ആൻഡ് എപ്പിഡമിക്സ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ദ ഐഡിയ ഓഫ് സത്യാഗ്രഹ. മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നത് 1915. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ ആൾക്ക് ഒരുപാട് അനുഭവങ്ങളല്ലേ, ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വന്നു. ദ നോൺ വൈറ്റ് ഇന്ത്യൻസ് ഫേസ്ഡ് മെനി പ്രോബ്ലംസ് ഇൻ സൗത്ത് ആഫ്രിക്ക. ഗാന്ധി റിട്ടേണിംഗ് ഫ്രം സൗത്ത് ആഫ്രിക്ക, he started this satyagraha movement in India also. Main was truth was the main weapon of satyagraha. അതായത് ഒരു നോൺ വയലൻസിൽ അല്ലാണ്ട് നമ്മളൊരു ഇൻജസ്റ്റിസിനെതിരെ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വിത്തൗട്ട് നോൺ വയലൻസ് ഇല്ലാണ്ട് തന്നെ അവർക്ക് ട്രൂത്ത്, നമ്മളെ സത്യം അവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് ഒപ്രസേഴ്സിന്, അത് നമ്മളെ എതിർക്കുന്നവർക്ക് സത്യം കാണിച്ചു കൊടുക്കുക. അപ്പോൾ ബിക്കോസ് ഗാന്ധിജി ബിലീവ് ദാറ്റ് ദിസ് ധർമ്മ ഓഫ് നോൺ വയലൻസ്. ഓക്കെ, ആഫ്റ്റർ അറൈവിങ് ഇന്ത്യയിലേക്ക് വന്ന ശേഷം ഗാന്ധിജി ഒരുപാട് നാഷണൽ മൂവ്മെന്റ്സിൽ പങ്കെടുത്തു. അതിൽ ഫസ്റ്റ് സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ് ആണ് ചമ്പാരൻ സത്യാഗ്രഹ ഇൻ ബീഹാർ. അത് 1917 ചമ്പാരൻ സത്യാഗ്രഹ. അത് 1917 ഹി സ്റ്റാർട്ടഡ് ദ സത്യാഗ്രഹ ഇൻ ഖേദ ഡിസ്ട്രിക്ട് ഓഫ് ഗുജറാത്ത്. അത് അവരൊക്കെ അവിടുത്തെ ആളുകൾ ദേ വർ അഫക്റ്റഡ് വിത്ത് ക്രോപ്പ് ഫെയിലിയർ ആൻഡ് പ്ലേഗ് ആൻഡ് എപ്പിഡമിക്സ് ആൻഡ് ദേ വർ ഓൾസോ ഫോഴ്സ് ടു പേ ടാക്സസ്. അപ്പോൾ അവർക്ക് ആ ടാക്സ് കുറയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൂവ്മെൻറ്റ് ലീഡ് ചെയ്തതാണ് 1917. മഹാത്മാഗാന്ധി വെന്റ് ടു അഹമ്മദാബാദ് to organize a satyagraha movement for the cotton mill workers. Okay, so I hope you all understood the topic. So അടുത്തത് നമ്മൾ റൗലത്ത് ആക്റ്റും 2 ടോപ്പിക്സും നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും.